എല്ലാവർക്കും ഈ പഠന പരമ്പരയുടെ 157-ാമത്തെ സെഷനിലേക്ക് കർത്താവിന്റെ നാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം ശിഷ്യത്വത്തിന്റെ അച്ചടക്കത്തിൽ ദൈവകൃപയുടെ പ്രവർത്തനം എങ്ങനെ എന്നുള്ളതാണ്. വളരെ ദീർഘമായിരിക്കുന്ന ഒരു തലവാചകം ഇതിന് വന്നത് ഈ വിഷയത്തിന്റെ ഒരു സങ്കീർണത കൂടി പരിഗണിച്ചിട്ടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു വാക്യാംശത്തിലോ ഒന്നും തുടങ്ങാതെ അല്ലെങ്കിൽ ഒരു വാക്കിൽ അത് അവസാനിക്കാതെ ഒരു ചോദ്യമായിട്ടാണ് ഇന്നത്തെ വിഷയമുള്ളത്. അത്തരത്തിലുള്ളതായിരിക്കുന്ന ഒരു സങ്കീർണതയും ഒരുപക്ഷെ ഇതിന് ഉണ്ട് എന്ന് വിചാരിക്കാം. കൃപ എന്നുള്ളതായിരിക്കുന്ന വാക്ക് നമുക്ക് വളരെ പരിചയമുള്ളതായിരിക്കുന്ന വാക്കാണ്. രക്ഷയോടുള്ളതായിരിക്കുന്ന ബന്ധത്തില് വളരെ അനിവാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കുന്ന വാക്കാണ്. അനർഹമായിരിക്കുന്ന ദാനമാണ് രക്ഷ എന്നുള്ളത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞ് പഠിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന വളരെ കേന്ദ്ര വിഷയത്തോട് ചേർന്ന ഒരു വാക്യമായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൃപയാലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന സത്യമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവം നമുക്ക് വളരെ ദീർഘമായിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ദീർഘമായിരിക്കുന്നോ ആയിരിക്കുന്ന ഒരു മനോഹരമായിരിക്കുന്ന ജീവിതം നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട്, കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാനായിട്ട്, കർത്താവിന്റെ ഈ ജീവിതം വളരെ വിശുദ്ധിയോടെ ആത്മീയ തൃഷ്ണയോടെ അങ്ങനെ ജീവിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്നതായിരിക്കുന്ന ഒരു ജീവിതം നമുക്ക് മുൻപിൽ ഉണ്ട്. അതങ്ങനെ ചെയ്യാനായിട്ടുള്ള വലിയ നിർദ്ദേശങ്ങൾ, ഒത്തിരി നിർദ്ദേശങ്ങൾ ദൈവവചനത്തിലൂടെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നും ഉണ്ട്. പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിലേക്ക് കഴിഞ്ഞപ്പോൾ താൻ പറയുന്നുണ്ട്, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്ര ചെയ്യുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയിട്ട്, കർത്താവ് നൽകിയതായിരിക്കുന്ന ജീവിതം ജീവിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യധ്വാനം ചെയ്യണം എന്നുള്ളതായിരിക്കുന്ന നിലയിൽ ഒരു ആശയം. എന്നാൽ സഫലമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിന് നമ്മുടെ അധ്വാനം ആണ് അനിവാര്യം എന്ന് തോന്നിപ്പിക്കുമാറ് ഒത്തിരി വാചകങ്ങള്, ഒത്തിരി പ്രസ്താവനകള് ഉണ്ടായിരിക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉയർന്നു വരും. രക്ഷിക്കപ്പെടുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയതായിരിക്കുന്ന ദൈവകൃപ അവസാനിച്ച് പോയോ? രക്ഷിക്കപ്പെട്ടത് കൃപയാലെങ്കിൽ രക്ഷയുടെ തുടർമാനത അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ളതായിരിക്കുന്ന ജീവിതം, അതിന് ദൈവകൃപയെ ആവശ്യമില്ലേ എന്നുള്ളതായിരിക്കുന്ന ഒരു ചോദ്യം. അതാണ് ആ ചോദ്യത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലെങ്കിൽ തുടരുന്നത് എങ്ങനെ എന്നുള്ളതായിരിക്കുന്ന ഒരു അന്വേഷണമാണ് നമുക്ക് വളരെ ബഹുമാനിയായിരിക്കുന്ന നമ്മുടെ സ്നേഹ സഹോദരനായിരിക്കുന്ന സുനിൽ വി പോള് ഇന്ന് അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ആ ഒരു കണ്ടെത്തല്, ആ ഒരു അന്വേഷണം ദൈവവചനത്തിലൂടെ നടത്തുവാം എന്നാണ് വിചാരിക്കുന്നത്. ദൈവ തിരുനാമത്തിന് ഏറ്റവും മഹത്വം. ഈ പ്ലാറ്റ്ഫോമില് വീണ്ടും ഒരിക്കൽ കൂടെ ഒരവസരം സ്വർഗത്തിലെ ദൈവം സഹോദരന്മാർ മുഖാന്തരം എളിയവന് തന്നു. നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ആയിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ദൈവത്തെ വളരെ സ്തുതിക്കുന്നു. ശിഷ്യത്വവും കൃപയും അത് വൈരുദ്ധ്യമുള്ള രണ്ട് വിഷയങ്ങളാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ജോണിസോനെ സൂചിപ്പിച്ചതുപോലെ കൃപ രക്ഷയോടുള്ള ബന്ധത്തിൽ ആർക്കും ഒരു ചോദ്യം ഇല്ലാത്തവർ. ശിഷ്യത്വം എന്ന് പറയുന്നത് കൃപയുമായി എന്താണ് ബന്ധം? രക്ഷ കൃപയാലാണ് എന്ന് വിശ്വസിക്കുവാൻ, പഠിക്കുവാൻ ആളുകൾക്ക് പ്രയാസം. എന്നാൽ ശിഷ്യത്വം എന്ന് പറയുന്നത് കൃപയാലുള്ള ഒരു പരിപാടിയാണോ? അവയ്ക്ക് തമ്മിൽ ഒരു ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? ഇതിനോട് ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണകളുണ്ട്. ധാരാളമോ കുറച്ചോ തെറ്റിദ്ധാരണകൾ ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഇങ്ങനെ ഒരു വിഷയം തന്നെ ഇടുന്നത് സംഘാടകരുടെ മനസ്സിൽ ഒരുപക്ഷെ ഇങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവജനത്തിന്റെ മധ്യത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കൊടുക്കണം. തെറ്റിദ്ധാരണകളുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ആളുകളോട് സംസാരിക്കുമ്പോൾ എൻ്റെ മുൻകാല അനുഭവങ്ങളിലും ഇതിനെക്കുറിച്ച് രണ്ട് നിലയിലും ചിന്തിക്കുന്ന ആളുകളെ ഉണ്ട്.
വരുന്ന നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഈ വിഷയം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പഠിക്കുവാനും ഗ്രഹിക്കുവാനും ചർച്ച ചെയ്യുവാനും ഏറ്റെടുക്കാനുള്ള കൃപ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും പ്രാർത്ഥനയോടുകൂടെ തന്നെ ഇരിക്കണം. കാരണം സ്വർഗത്തിലെ ദൈവമാണ് തന്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. പറയുന്നവരെയും കേൾക്കുന്നവരെയും ദൈവത്തിന്റെ ആത്മാവ് സ്വരം പറഞ്ഞ പോലെ നിയന്ത്രിക്കട്ടെ. ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ പുതുമയുള്ള ഒരു വിഷയമല്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹാനിയോഗമാണ്. മഹാനിയോഗം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു സംശയം വരേണ്ട കാര്യമില്ല. ബൈബിൾ അങ്ങനെ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യമാണല്ലോ. മഹാനിയോഗം, കർത്താവ് എന്ത് നിയോഗമാണ് കൊടുത്തത്, കർത്താവ് എന്ത് ജോലിയാണ് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചത്, അപ്പോസ്തലന്മാർ അത് സഭകളെ ഫലമേൽപ്പിച്ചു. ഒരു സംശയം ആർക്കുമില്ല. സകല ജാതികളെയും ശിഷ്യപ്പെടുത്തുക എന്ന കൽപ്പനയാണ്. നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപാണ് ഈ കൽപ്പന ആളുകൾക്ക്. ശിഷ്യത്വത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത്, മുഖവരില്ലാതെ പറയട്ടെ, അനുസരണമാണ്. ആ ഒറ്റ വാക്കില് നമുക്ക് ശിഷ്യത്വത്തെ അങ്ങനെ പറയാം. അതെ, അനുസരണം എന്ന് പറയുന്നതിനോട് ബന്ധപ്പെട്ടാണല്ലോ ആ കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പൊ കർത്താവ് എന്തു പറഞ്ഞു? ആളുകളെ അനുസരിക്കുവാൻ പഠിപ്പിച്ച് അങ്ങനെ ശിഷ്യപ്പെടുത്തുക. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഞാൻ കൽപ്പിച്ചതെല്ലാം പഠിപ്പിച്ചെന്നല്ല പറഞ്ഞത്, ഞാൻ കൽപ്പിച്ചത് പ്രമാണിക്കാനായിട്ട് പഠിപ്പിക്കണം. പ്രമാണിക്കാൻ പഠിപ്പിച്ചതിന് ശേഷമല്ലേ പ്രമാണിക്കേണ്ടത് എന്തെന്ന് പഠിപ്പിക്കും. അപ്പൊ കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലേ, എങ്ങനെ ശിഷ്യന്മാരെ ഉണ്ടാക്കും? അനുസരിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് അനുസരണം പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തി എടുക്കും. അപ്പൊ എങ്ങനെ ശിഷ്യരാകും? അനുസരണം പഠിച്ചുകൊണ്ട് ശിഷ്യരാകും. അപ്പൊ ഒരു ശിഷ്യൻ എങ്ങനെയാ ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അനുസരണം പഠിച്ചാണ്. അനുസരണം പഠിച്ചവനെ ശിഷ്യൻ എന്ന് പറയും. അനുസരണം പഠിച്ചാണ് ശിഷ്യരാകുന്നത്. അനുസരണം പഠിച്ച് പരിപാടി തീരുകയാണോ? അല്ല. അനുസരണം പഠിച്ച് അനുസരണത്തിൽ വളർന്ന്, നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ആകുന്ന ഒരു വലിയ പരിപാടിയാണ്. സഹോദരന്മാര് സൂചിപ്പിച്ചതുപോലെ സുദീർഘമോ ക്ഷണികമോ ആകട്ടെ ജീവിതം, രക്ഷിക്കപ്പെട്ടതിന് ശേഷം 10 ആണോ 20 ആണോ 50 ആണോ 100 ആണോ ജീവിക്കുക നമുക്കറിയില്ല. എങ്ങനെയാണെങ്കിലും അനുസരണം പഠിക്കണം, അനുസരണത്തിൽ വളരണം, അവനെ പോലെ ആയിത്തീരണം. ഇതല്ലേ ശിഷ്യത്വം എന്ന് പറയുന്ന കാര്യപരിപാടി. ബൈബിൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ അനുസരണം എന്ന് പറയുന്നത് പഴയ പുതിയ നിയമങ്ങളിൽ അനവധി പ്രാവശ്യം പരാമർശിച്ചിട്ടുള്ള ഒരു വാക്കാണ്. പഴയ നിയമത്തിൽ ശിഷ്യത്വം എന്നൊന്നും പറയുന്നില്ല. എന്നാൽ പഴയ നിയമത്തിൽ എന്താ പറയുന്നത്? സഭാപ്രസംഗി തന്നെ പറഞ്ഞില്ലേ, എല്ലാറ്റിനെയും സാരം കേൾക്കണം, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ അനുസരിക്കുക. ഇതാണ് സാരം, ഇതാണ് എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെട്ടിട്ട് ദൈവത്തെ അനുസരിക്കണം. ഇത് തന്നെയാണ് പറയാനുള്ളത്. പറഞ്ഞത് സം ആൻഡ് സബ്സ്റ്റൻസ് ഓഫ് പഴയ നിയമം അങ്ങനെയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും എന്താണ് ഈ ലേഖനങ്ങളെല്ലാം എന്താണ് നമ്മൾ കാണുന്നത്? ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ. പുതിയ നിയമത്തിൽ കർത്താവ് ശിഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അനുസരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ, അനുസരണം പഠിപ്പിക്കാൻ കർത്താവ് പറഞ്ഞു, ശിഷ്യപ്പെടുത്താൻ പറഞ്ഞു. എന്നിട്ട് അനുസരിക്കേണ്ടത് എന്തൊക്കെയാണ് കർത്താവ്, ഈ ബൈബിൾ മുഴുവൻ അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. സുവിശേഷങ്ങളിൽ കർത്താവിന്റെ ജീവിതമുണ്ട്, കർത്താവിന്റെ പഠിപ്പിക്കലുകളുണ്ട്. ലേഖനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോസ്തലന്മാര് സഭകൾക്ക് നൽകിയ അനവധിയാകുന്ന ഉപദേശങ്ങൾ നമുക്കും ബാധകമായിരിക്കുന്നു. നമ്മളെപ്പോഴും കേൾക്കുന്നത് എന്താണ്? പ്രമാണങ്ങൾ അല്ലെ, പകയ്ക്കുക, അനുഗമിക്കുക, തന്നെത്താൻ ത്യജിക്കുക, വിട്ടുപിരിയുക, പരമമായി സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക, ഫലം കായ്ക്കുക, വചനത്തിൽ വസിക്കുക. ഇത് മുഴുവൻ എന്താണ്? ചെയ്യാനാണ് പറയും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരികയാണ് നമ്മുടെ മനസ്സിൽ, ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു അതല്ലേ. അതാ. അപ്പൊ ഇത് അനുസരിക്കുക എന്ന് പറഞ്ഞ അനുസരണം പഠിക്കണം. അനുസരണം പഠിച്ചയാള് കർത്താവ് കൽപ്പിച്ചതൊക്കെ പഠിച്ച് അനുസരിക്കണം. ഞാനിങ്ങനെ പറയും, അനുസരണം പഠിക്കണം, അനുസരണത്തിൽ വളരണം. ദൈവ ശുശ്രൂഷ ചെയ്യുന്നവരെന്താ ചെയ്യുന്നത്? അനുസരണം പഠിപ്പിക്കുക, അനുസരണത്തിൽ വളർത്തുക. ശുശ്രൂഷ ചെയ്യുന്നവരുടെ ജോലിയാണല്ലോ അനുസരണം പഠിപ്പിക്കുക, അനുസരണത്തിൽ വളർത്തുക. ശുശ്രൂഷ ഏൽക്കുന്നവരെന്ത് ചെയ്യും? അനുസരണം പഠിക്കും, അനുസരണത്തിൽ വളരും. എന്നാൽ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ അനുസരണം എങ്ങനെ വർക്ക് ചെയ്യും? നമ്മളെ അനുസരിക്കാനായിട്ട് പഠിപ്പിക്കുന്നു അല്ലെ, ശിഷ്യപ്പെടുത്തുന്നവർ, മെന്റേഴ്സ് അങ്ങനെ നമ്മളെ സഹായിക്കുന്നു. നമ്മൾ അനുസരണം പഠിക്കുന്നത് എങ്ങനെയാണ്? അനുസരണം പഠിക്കുന്നത് ഒരാൾ എങ്ങനെയാണ് അനുസരണത്തിലേക്ക് വരുന്നത്? ഒരാൾ എങ്ങനെയാണ് അനുസരണത്തിൽ വളരുന്നത്? ഒക്കെ ചോദ്യമാണ്. നമ്മുടെ തന്നെ ശക്തിയിൽ അല്ലെ ഒരാൾ പരമാവധി കൊണ്ട് മാക്സിമം അങ്ങോട്ട് ശ്രമിക്കുക അനുസരിക്കുവാൻ എന്നാണോ ബൈബിൾ ഉദ്ദേശിക്കുന്നത്?
നമുക്ക് കേട്ടാൽ അങ്ങനെ തന്നെ തോന്നും കേട്ടോ. കാരണം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന അധ്വാനത്തെ കുറിച്ച് പറയുമ്പോൾ അത്യധ്വാനം ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? നമ്മുടെ ശക്തിയിൽ നമ്മുടെ കഴിവ് കൊണ്ട് അങ്ങോട്ട് ചെയ്യുക എന്നാണോ ദൈവവചനം ഉദ്ദേശിക്കുന്നത്? ഈ അനുസരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും അനുസരിക്കാൻ പറഞ്ഞാൽ അതൊന്നും നമുക്ക് ചോദ്യമില്ല. പക്ഷെ ഇത് എങ്ങനെ വർക്ക് ചെയ്യും, ഹൗ ഡസ് ഇറ്റ് വർക്ക് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, നമ്മളുടെ സ്വന്തം അധ്വാനം കൊണ്ടും ശക്തി കൊണ്ടുമാണ് ശിഷ്യത്വം എന്ന പരിപാടി നടപ്പിലാകുന്നതെങ്കിൽ ഒത്തിരി ചോദ്യങ്ങൾ വരും. രക്ഷ കൃപയാലാണ്, അല്ലെ? കൃപയാൽ വിശ്വാസം മൂലമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയേണ്ടി വരും, രക്ഷ വിശ്വാസത്താൽ കൃപയാലാണ്. എന്നാൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ അധ്വാനം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ ബൈബിളിലെ ഒത്തിരി വാക്യങ്ങളോട് നമ്മൾ ഡിസോണസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് പറയേണ്ടതായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് പറയും അങ്ങനെ പറഞ്ഞാൽ? ക്രിസ്തീയ ജീവിതം കൃപയിൽ ആരംഭിക്കുന്നു, പ്രവൃത്തിയിൽ അവസാനിക്കുന്നു. ഈ ബൈബിളിലെ വാക്യങ്ങളൊക്കെ നോക്കിക്കേ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുമെന്നുണ്ട്, വിശ്വാസത്താൽ ജീവിക്കുന്നുമുണ്ട്. അപ്പൊ അതെന്താ ഉദ്ദേശിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ സർവാധികാര കൃപയാണ് നമ്മുടെ മുൻനിർണയത്തിന്റെ പിന്നിലുള്ളത്. നമ്മുടെ വീണ്ടും ജനനം, നമ്മളെ വിളിക്കുന്നത്, നമ്മളെ നീതീകരിക്കുന്നത്, നമ്മളെ ദത്തെടുക്കുന്നത്. ബൈബിൾ വളരെ ക്ലിയർ ആയിട്ട്, ഞാൻ ചില വാക്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞു, നമ്മുടെ വിഷയം സെക്കൻഡ് പാർട്ടാണല്ലോ. അതേ കൃപ തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മളെ വിശുദ്ധീകരിക്കുന്നതും മഹത്വീകരണത്തിലേക്ക് കൊണ്ടുവരുന്നത്. അനർഹമായ ആനുകൂല്യമാണല്ലോ കൃപ എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ദൈവത്തിൽ നമ്മൾ പ്രാപിക്കുന്നതാണ്. അത് ഫ്രീ ആണെന്നും നിരുപാധികമാണെന്ന് നാം മനസ്സിലാക്കുന്നു. അതിനെക്കുറിച്ച് വായിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ പ്രത്യേക ഒരു ഫോമാണ് ഈ കൃപ എന്ന് പറയുന്നത്. അത് ദൈവസ്നേഹം തന്നെ. ദൈവത്തിൽ നിന്നും അനർഹരായവരിലേക്ക് ഒഴുകുന്ന ഒരു നന്മയാണ് ദൈവകൃപ എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അനേവധി വാക്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് കാണുവാൻ കഴിയും. ഞാൻ സൂചിപ്പിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മളൊരു ഉപമ വായിക്കുന്നുണ്ടല്ലോ. രാജാവ് മകന് വേണ്ടി കല്യാണ സദ്യ ഒരുക്കിയ ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ക്ഷണിച്ചവരാരും വന്നില്ല. എന്നിട്ട് രാജാവ് എന്ത് പറഞ്ഞു? അവിടെ വഴിത്തലേക്കിലൊക്കെ അവിടെ ഇരിക്കുകയും അവിടെ ചെയ്യുന്ന ആളുകളെ പോയി വിളിച്ചോണ്ട് പോവാ. ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നു 14-23 നിർബന്ധിക്കുക എന്ന് പറയുന്നുണ്ട്. അതെ, ആ നിർബന്ധിക്കുന്നതാണ് ഈ കൃപ എന്ന് പറയുന്നത്, അല്ലെ? രക്ഷയോടുള്ള ബന്ധത്തിൽ എങ്ങനെ നിർബന്ധം? ഒരു താല്പര്യമില്ല. ദൈവത്തോട് ഇഷ്ടമില്ലാത്ത മനുഷ്യരെ ദൈവകൃപ നിർബന്ധിച്ച് രക്ഷിക്കപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എഫേസ്യ ലേഖനം 1:7-8 എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വേദഭാഗം എന്താണ് പറയുന്നത്? ഇംഗ്ലീഷ് മലയാളത്തിലും സീക്വൻസ് വ്യത്യാസമുണ്ട്. കൃപയുടെ ധനത്താൽ എന്തുണ്ട്? വീണ്ടെടുപ്പും അതെ ഒക്കെ ഉണ്ടെന്നാണ്. മോചനവും ഉണ്ട്. കൃപയുടെ ധനമാണ് നമ്മെ വീണ്ടെടുക്കുന്നത്. ഇംഗ്ലീഷിൽ അത് വളരെ കറക്റ്റ് ആണ്. മലയാളത്തിൽ വലിയ ലോങ് സെന്റൻസ് ആണ്. റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ്, ദ ഫൊർഗീവ്നെസ് ഓഫ് സിൻസ് അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ്. കൃപയുടെ ധനമാണ്, സംശയമുള്ള കാര്യമല്ല. ഇങ്ങനെ ഞാൻ പറയാം, കൃപയുടെ ധനമാണ് വീണ്ടെടുക്കുന്നത്, നമ്മുടെ പാപങ്ങളെ മോചിക്കുന്നത്. എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം എന്താ പറയുന്നത്? അതും നമുക്ക് വളരെ സുപരിചിതമാണല്ലോ, അല്ലെ? കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നു. വളരെ പറയാണ്, കൃപയാലാണ് രക്ഷ. 1 പത്രോസ് 3:7 വരുമ്പോ ഈ സഹോദരിമാരെ കുറിച്ച് പറയുന്ന, ഭാര്യമാരെ ബഹുമാനം പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. ജീവന്റെ കൃപ എന്നൊരു വാക്ക്, ഗ്രേസ് ഓഫ് ലൈഫ്, ജീവന്റെ കൃപ. കൃപയാണ് ജീവനിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്, രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്, പുതുജീവൻ നമുക്ക് തരുന്നത്. അവിടെ പറയാണ്, ഭർത്താവിനും ഭാര്യയ്ക്കും രക്ഷിക്കപ്പെടാനും ഒക്കെയുള്ള അവസരം ഒരുപോലെ തന്നെ, സാധ്യത ഒരുപോലെയാണ്. കൃപ രണ്ടുപേരിലാണ്. രക്ഷയുടെ വിഷയത്തിലൊന്നും സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ലെന്നൊക്കെ പറയുന്ന വാക്യമാണ്. ഞാൻ അതിലേക്കല്ല പോകുന്നത്. ജീവന്റെ കൃപ, ഗ്രേസ് ഓഫ് ലൈഫ് എന്നാണ്. 2 തിമോത്തി 1:9 വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് എന്താണ്? കൃപ നമ്മളെ വിളിക്കുന്നു എന്നാണ് അവിടെ നമുക്ക് കാണാം. കൃപ നമ്മെ വിളിക്കുന്നു, നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ കൊണ്ട് വിളിക്കുകയും ചെയ്തു. അവിടെ പറയുന്നുണ്ട് ദൈവകൃപ എന്ന് നമുക്ക് കാണാൻ. രക്ഷയ്ക്കായി നമ്മെ വിളിക്കുന്ന ദൈവകൃപയാണ്. റോമാലേഖനം 11:6 വാക്യത്തിൽ നമ്മൾ കാണുന്നത് പറഞ്ഞ എന്താണ്? കൃപയാണ്. അപ്പം പറയാണ്, ഇലക്ഷനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാണ്, അത് കൃപയാലാണ്. ദൈവവചനം വളരെ ക്ലിയർ ആയിട്ട് യോഹന്നാൻ 1:16-17 നമ്മൾ എന്തുണ്ട്? കർത്താവിനെ അറിയുന്നത് ദൈവകൃപയാണ്
ഈ കർത്താവിനെ കുറിച്ചുള്ള അറിവിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്? ഇതൊന്നും നമുക്ക് സംശയമുള്ള കാര്യമല്ല. അതിനെക്കുറിച്ച് ഇനി ഒരു ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. രക്ഷ കൃപയാലാണ്, അനർഹമാണ്, ദൈവകൃപയാണ്. നമ്മ എന്താണ് അല്ലെ, ഇറസിസ്റ്റിബിൾ ഗ്രേസ്, തടുക്കാനാവാത്ത ദൈവകൃപ വ്യാപരിച്ചത് കൊണ്ടാണ് രക്ഷിക്കപ്പെടാൻ കഴിഞ്ഞെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ചോദ്യവും ഇല്ല. എന്നാൽ പ്രിയമുള്ളവര്, ദൈവത്തിന്റെ സർവാധികാരം, അതെ, കൃപ എന്ന് പറയുമ്പോൾ തന്നെ വേറൊരു പ്രധാന വിഷയം നമ്മൾ മനസ്സിലാക്കണം. മാൻസ് റെസ്പോൺസിബിലിറ്റി, മനുഷ്യന്റെ ഉത്തരവാദിത്വം. ദൈവകൃപയും മനുഷ്യന്റെ ഉത്തരവാദിത്വവും രണ്ട് പാരലൽ ആയിട്ടുള്ള കാര്യങ്ങളാന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദാറ്റ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. രക്ഷയ്ക്കായി കൃപ വ്യാപരിച്ചു, വിശ്വസിക്കണ്ടേ? വിശ്വസിക്കൊന്നും രക്ഷയ്ക്കായി കൃപ വ്യാപരിച്ചു, രക്ഷിക്കപ്പെട്ടു, അങ്ങനെയാണോ പറഞ്ഞല്ലോ? വിശ്വസിച്ചത് പോലും കൃപ വ്യാപരിച്ചത് കൊണ്ടാണ് നമുക്കറിയാം. പക്ഷെ വിശ്വസിക്കുക എന്നുള്ള പാർട്ട് മനുഷ്യന്റെ പാർട്ടല്ല. അപ്പൊ ഞാൻ എന്റെ ശക്തിയോട് വിശ്വസിച്ചു എന്ന് അങ്ങനെ ആരും പറയുന്നില്ല. കാരണം അത് നമുക്ക് വളരെ ക്ലിയർ ആണ്. അതായത് വിശ്വാസം വന്നത് കൃപയാലാണെന്ന് നമ്മൾ, കാരണം എഫേസ്യർ 2:8 വായിക്കുമ്പോ, അതെ, അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം എത്രയാണോ അതിനും, ഈവൻ ദ ഫെയ്ത്ത് എന്നാണ്. ആ വിശ്വാസത്തിന് പോലും നമ്മൾ കാരണക്കാരല്ല, ദൈവത്തിന്റെ കൃപയാണ് വിശ്വാസത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണേലും എന്റെ ആ ഉത്തരവാദിത്തം നിറവേറ്റുവാനായിട്ട് എന്നെ സഹായിച്ചത് ദൈവത്തിന്റെ കൃപയാണ് എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു. വിശ്വസിക്കുവാനുള്ള കൃപ, രക്ഷയിൽ വിശ്വസിക്കാനുള്ള കൃപ, അതെ, വിശ്വസിക്കാൻ ദൈവം കൃപ തരുന്നു. കൃപയാണ് വിശ്വാസത്തിൽ നമ്മെ നയിച്ചത്. സോ ദിസ് ഗ്രേസ് എനേബിൾസ് us to believe. അതെ, വിശ്വസിക്കാനായിട്ട് നമ്മെ എനേബിൾ ചെയ്യുന്നു. കൃപയുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കാതിരിക്കാൻ പറ്റൂല്ല. കൃപ ഉള്ളതുകൊണ്ട് വിശ്വസിക്കണം. വിശ്വസിക്കാനുള്ള ഉത്തരവാദിത്വത്തെ കൃപ എടുത്തു കളയുന്നു, അങ്ങനെയുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ദൈവകൃപയുണ്ട്. വിശ്വസിക്കാനായിട്ട് ഒരു മനുഷ്യനെ അങ്ങനെ എന്ത് ചെയ്യുന്നു? അങ്ങനെ എനേബിൾ ചെയ്യുകയാണ് ആ കൃപ എന്ന് പറയുന്നത്. എന്നാൽ ഈ കൃപ രക്ഷയോടുകൂടി അവസാനിക്കുന്ന കൃപയേ അല്ല. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാനിങ്ങനെ പറയാം, വിശ്വസിക്കുവാനായിട്ട് നമ്മളെ എനേബിൾ ചെയ്യുന്ന കൃപ അനുസരിക്കുവാനും നമ്മെ അങ്ങനെ എനേബിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. വിശ്വസിക്കാനായിട്ട് നമ്മളെ അങ്ങനെ എനേബിൾ ചെയ്യുകയാണ്, അല്ലെ? വിശ്വസിക്കാൻ വേണ്ടി നമ്മളെ ചെയ്യുന്നത് അനുസരിക്കുവാനായിട്ട് നമ്മളെ കൃപ ഒരുക്കുന്നു, അല്ലെ ശക്തിപ്പെടുത്തുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് വായിച്ചപ്പോൾ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെ, കൃപയെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. കൃപയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവസ്നേഹത്തിന്റെ പ്രത്യേക ഒരു ഫോമാണ് ഈ കൃപയെന്ന് പറയുന്നത്. എന്നാൽ ശിഷ്യത്വം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ കൃപ ഇങ്ങനെ ഒരാൾ വ്യാപരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. അതെ, അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതികരണമുണ്ട്. ആ പ്രതികരണം എന്ന് പറയുന്നതാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. ശിഷ്യത്വത്തിന്റെ കാതല് അനുസരണമാണല്ലോ. കൃപ വ്യാപരിച്ചപ്പോൾ വിശ്വസിച്ചു. ഇങ്ങനെ കൃപയാൽ വിശ്വസിച്ച ആളുകളിൽ ഇങ്ങനെ കൃപ എന്ത് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യനിൽ ഒരു പ്രതികരണം ഉളവാക്കും. അപ്പൊ എന്താ ഒരു ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ലവ് എന്നാണ്. സ്നേഹം തിരിച്ചങ്ങോട്ട് ഒഴുകാൻ വേണ്ടി പോവാണ്. രക്ഷയിൽ സ്നേഹം മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകി ദൈവത്തിൽ നിന്ന് നമ്മളിലേക്ക്. ഇനി ശിഷ്യത്വത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രതികരണമാണ് വരുന്നത്. ഈ കൃപ ഇങ്ങനെ വ്യാപരിച്ചിട്ട് തിരിച്ച് ദൈവത്തെ സ്നേഹിക്കാൻ പോവുക. അതെങ്ങനെയാണ്? അനുസരിക്കുന്നതിലൂടെ അല്ലേ സ്നേഹിക്കുന്നത്. അനുസരണത്തിന്റെ വാസ്തവത്തില് അതിന്റെ പറയട്ടെ, അതിനനുസരിക്കുവാനുള്ള ആ ഒരു എന്താ പറയുന്നത്, അതിന്റെ എനർജി എന്ന് പറയുന്നത് ഗോഡ്സ് ഗ്രേസ് ആണ് പറയുന്നത്. ശിഷ്യത്വത്തിന്റെ അത് പറഞ്ഞില്ലേ, കൃപയാണ്. ഈ കൃപ എന്ത് ചെയ്യുന്നു? ആളുകളെ അനുസരണത്തിലേക്ക് കൊണ്ടുവരും. ദൈവകൃപ നമ്മളിൽ പുതുജീവൻ ആരംഭിച്ചു. ഈ പുതുജീവൻ വരും ദിവസങ്ങളിൽ വർക്കൗട്ട് ചെയ്യുന്നത് എന്താണ്? ഗ്രേസ് ആണ്. ദൈവകൃപയോടുള്ള ഒരു മനുഷ്യന്റെ ആക്റ്റീവായിട്ടുള്ള പ്രതികരണമാണ് ഈ അനുസരണം എന്ന് പറയുന്നത്. അതെ, കൃപ വ്യാപരിച്ചപ്പോ വിശ്വസിച്ചു എന്ന് പറയുന്ന പോലെ. അപ്പൊ വിശ്വസിച്ച മനുഷ്യനിൽ കൃപ വ്യാപരിക്കുമ്പോഴത്തേക്കും അവനെ എതിരെ കൊണ്ടുവരും, അനുസരണത്തിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഈ കൃപ പ്രവർത്തിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട ആളുകളിൽ കൃപയുടെ പ്രവർത്തനം തുടരുന്നു. കൃപയുടെ പ്രവർത്തനം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഇങ്ങനെയുള്ള സമയങ്ങൾ അല്പം വാക്യങ്ങളോടൊക്കെ കാണിക്കാമെന്ന് വിചാരിക്കുക. എത്ര ഇതാണ് പ്രിയമുള്ളവരെ. രക്ഷയുടെ അടിസ്ഥാനമായിട്ട് കൃപ പറയുന്നുവെങ്കിൽ അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഒരു മനുഷ്യനെ ശിഷ്യനാകാനും കൃപ സഹായിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു.
വിശുദ്ധ വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 5, 6 ഞാൻ പറഞ്ഞ 5-ാമത്തെ വാക്യമാണ്. അതില് ഇംഗ്ലീഷിലും മലയാളത്തിലും ചെറിയ വ്യത്യാസം നോക്കണം. അവിടെ എന്താ പറയുന്നത്? വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്. അപ്പൊ അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേനും കാണാനായിട്ട് പറ്റുന്നത് എന്താ പറഞ്ഞാല് അതാണ് ഇംഗ്ലീഷിൽ അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഒബീഡിയൻസ് ടു ദ ഫെയ്ത്ത് എന്നാണ്. ഒബീഡിയൻസ് ടു ദ ഫെയ്ത്ത്. കൃപ എന്ത് ചെയ്യുന്നു? വിശ്വാസത്തിന് അനുസരണം വരുത്തുന്നെന്നാണ്. ഗ്രേസ് എനേബിൾസ് us to obey. വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപ വ്യാപരിച്ചു. അതാ പറയുന്നത്. ദൈവകൃപ എന്ത് ചെയ്യുന്നു? വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് വേണ്ടി വ്യാപരിക്കുന്നതായിട്ടാണ്. നമ്മുടെ വിശ്വാസം അനുസരണത്തിലേക്ക് വരുന്നത് എങ്ങനെയാ? കൃപയുടെ വ്യാപാരം നിമിത്തമാണ്. ഇവ അനുസരിക്കാൻ എന്തുകൊണ്ട് എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ കൃപയിൽ ഒരു വിശ്വാസിക്ക് അനുസരിക്കാൻ കഴിയും. നമുക്ക് ധൈര്യമായിട്ട് പറയാം. ഇനി തിരിച്ചോർത്തോണം കേട്ടോ. അപ്പൊ എന്താണ് അതിന്റെ കോൺവേഴ്സ് കറക്റ്റാണ്. കൃപയില്ലെങ്കിൽ അനുസരിക്കാനായിട്ട് കഴിയില്ല വാസ്തവത്തിൽ. അപ്പൊ ആളുകൾ പറയും കൃപയില്ലേ ആളുകൾ അനുസരിക്കുന്നില്ലേ? ഉണ്ടല്ലോ. സൽപ്രവർത്തികൾ ആളുകള് പല നിലകളിൽ ചെയ്യുന്നില്ലേ? ഉണ്ട്. പല നിലകളിൽ ചെയ്യാനായിട്ട് പറ്റും. ദൈവകൃപയിൽ അനുസരിക്കാൻ ഒരാൾക്ക് ദൈവകൃപയിൽ പ്രാർത്ഥിക്കാനും പറ്റും, ദൈവകൃപ ഇല്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റും. പിന്നെ പ്രാർത്ഥനയുടെ തിയോളജി അറിയാം, സെന്റൻസ് അറിയാമെങ്കിൽ പ്രാർത്ഥിക്കരുത്. പക്ഷെ ദൈവകൃപയിൽ പ്രാർത്ഥിക്കുന്നതും അത് വ്യത്യാസം. സുവിശേഷം ദൈവകൃപയിലും പറയാം, അല്ലാതെയും പറയാം. എന്താ? പക്ഷെ ഒരു കാര്യം ഓർത്തോണം. കർത്താവ് പറഞ്ഞായിരുന്നില്ലേ നിങ്ങൾക്ക് എന്നെ കൂടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. അപ്പൊ ആള് ചോദിക്കും ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? അതിന്റെ അർത്ഥം എന്താണ്? ശരിക്കും ദൈവത്തിന്റെ കൃപയിൽ മാത്രമേ ഫലകരമായി കാര്യങ്ങളെ ചെയ്യാനായിട്ട് കഴിയൂ. അപ്പൊ റോമർ 1:5 വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് എന്താ? ഗ്രേസ് ഫോർ ഒബീഡിയൻസ് ടു ഫെയ്ത്ത് എന്നാണ് ആ പ്രയോഗം അവിടെ. ഗ്രേസ് ഫോർ ഒബീഡിയൻസ് ടു ഫെയ്ത്ത്. എബ്രായർ 13:9 നമുക്ക് നോക്കാം. എബ്രായർ 13:9 വരുമ്പോൾ കാണുന്നത് അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. അതെ, കൃപ എസ്റ്റാബ്ലിഷ് ചെയ്യും, നമ്മളെ ഉറപ്പിക്കും. കൃപ ഉറപ്പിക്കുമെന്നാണ്. നമ്മളല്ലേ ഉറക്കേണ്ടത്? നമ്മളാ ഉറക്കേണ്ടത്. ഉറപ്പിക്കാനായിട്ട് നമ്മൾ ഒത്തിരി കാര്യം പറയും. അത് ചെയ്ത് സൗര, ഇത് ചെയ്ത് സൗര, ഉറക്കണ്ടേ, വചനത്തിൽ ഉറക്കേണ്ട സൗര നമ്മൾ ആളോട് പറയും. നമ്മളിപ്പോ പറയുമോ സൗരയുടെ വെറുതെ ഇരുന്നു കൃപ ചെയ്തോളൂ എന്നല്ല പറയുന്നത്. അതെ. അപ്പൊ അതിന്റെ ഞാൻ പറഞ്ഞു, രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം. ഞാൻ ചെയ്യേണ്ടതാണ്. നമ്മൾ പറയും ഉറക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ബൈബിൾ പറയുന്നു കൃപയാൽ ഉറപ്പിക്കുന്നത് നല്ലത്. അയ്യോ ശരിയാണ്, ഞാൻ ഉറക്കുന്നതിന് വേണ്ടി വചനം പഠിച്ചു, അല്ലെ അത് ചെയ്തു, ഇത് ചെയ്തു, പ്രാർത്ഥിച്ചെന്ന് പറയുമ്പോഴത്തേനും ദൈവകൃപ പറയും നീ അത് ചെയ്തത് കൃപ കൊണ്ടാണ്, ഞാൻ നിന്നെ സഹായിച്ചത് കൊണ്ടാണ് നീ അത് ചെയ്തത്, നീ അത് മനസ്സിലാക്കാതെ പോയെന്നുള്ള നിന്റെ പ്രശ്നമാണെന്ന് പറയും. കൃപയാൽ ഉറപ്പിക്കുക, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. 2 തിമോത്തി 2:1 നോക്കിക്കേ. കൃപയാൽ ശക്തിപ്പെടുക. നോക്ക്, കൃപ വെറുതെ ഇരിക്കുകയാണ്. നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുന്നു കൃപ. എന്റെ മകനെ ക്രിസ്തുവേശുള്ള കൃപയാൽ ശക്തിപ്പെടുക. അപ്പൊ കൃപയാലാണ് ശക്തിപ്പെടേണ്ടത്. വിശ്വാസികൾ എങ്ങനെ ശക്തി പ്രാപിക്കേണ്ടത്? ഓരോ ദിവസവും ശിഷ്യത്വത്തിൽ ശക്തി പ്രാപിച്ച് വരണ്ടേ? ക്രിസ്തുവിന് ശക്തി പ്രാപിച്ച് വരട്ടെ. അതെങ്ങനെയാണ്? കൃപയാലാണ്, ദൈവകൃപയാലാണ്. ദൈവകൃപ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. രക്ഷിക്കാനായിട്ട് വ്യാപരിച്ച അതേ കൃപ നമ്മളെ ശക്തിപ്പെടുത്തുന്ന കൃപയാണ്. 2 പത്രോസ് 3:18 വരുമ്പോൾ അവിടെ എന്താണ് നമ്മൾ കാണുന്നത്? ഗ്രോ ഇൻ ഗ്രേസ് ആൻഡ് ദ നോളജ് ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ എന്നാണ്. ഗ്രോ ഇൻ ഗ്രേസ്, കൃപയിൽ വളരുക, കൃപയിൽ വളരാനാണ്. അപ്പൊ കൃപയിൽ ഒരു വളർച്ചയുണ്ട്, ദൈവകൃപയിൽ ഒരു വളർച്ചയുണ്ട്. വളരുന്ന കൃപയെക്കുറിച്ചാണ് പറയുന്നത്. വളരുന്ന കൃപ. ദൈവകൃപ ഇങ്ങനെ, ദൈവകൃപ വളർന്നുകൊണ്ടിരിക്കും. അതെ, ദൈവകൃപ ആളുകൾ ഇങ്ങനെ വർദ്ധിക്കും തോറും ആളുകൾ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം വരുന്നു. അപ്പൊ ദൈവത്തിന്റെ കൃപ വർദ്ധിക്കും. ദൈവത്തിന്റെ കൃപ വർദ്ധിക്കും തോറും ആളുകൾ വളരുമെന്നുള്ള ആശയമാണ്. 2 പത്രോസ് 1:2 അവിടെ പറയാണ് കൃപ വർദ്ധിക്കട്ടെ. എന്നിട്ട് എന്താ പറയുന്നത്? ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്നിരിക്കുന്നല്ലോ. ദൈവകൃപ, ദൈവത്തിന്റെ കൃപയിൽ ഒരു മനുഷ്യന്റെ ജീവൻ, ജീവിതം, ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ദൈവകൃപയിൽ ഉണ്ട്. പ്രിയമുള്ളവരെ, ഭക്തിക്ക് ആവശ്യമായ, ഭക്തരായി ജീവിക്കാൻ ആവശ്യമായതെല്ലാം ദൈവകൃപയിലുണ്ട്. കൊലോസ്യർ 1:6 വായിക്കുമ്പോൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. ദൈവകൃപ എന്ത് ചെയ്തു? കൊലോസ്യരോട് പറയാം, ദൈവകൃപ നിങ്ങളെ കേട്ടറിഞ്ഞ നാള് മുതൽ എന്ത് ചെയ്തു? ഈ ദൈവകൃപ നിങ്ങൾ ചെയ്ത പ്രവൃത്തി എന്താണ്? ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ദൈവകൃപ വന്നു കഴിഞ്ഞപ്പോൾ അപ്പൊ ദൈവകൃപ എന്ത് ചെയ്യുന്നു? ആളുകളെ ഫലം കായ്ക്കാനായിട്ട് എക്യുപ്പ് ചെയ്യും.
ശരിയല്ലേ? നമ്മൾ വിചാരിക്കും നമ്മൾ അങ്ങ് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞു വരുമ്പോ അനുസരിക്കണമെന്ന് നമ്മൾ പറയുന്നു, അനുസരിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരുന്നു, മറ്റുള്ളവർക്ക് ഒരു ചിന്ത വരുന്നു, ശരിയാണ്, ആളനുസരിച്ച് അങ്ങനെ ധാരാളം ഫലം കായ്ച്ചു അല്ലെ? അപ്പൊ ഇതൊക്കെ നമ്മളിലുള്ള എന്തോ ഒരു കാര്യമാണ്, നമ്മുടെ ശക്തി കൊണ്ട് നമ്മൾ ചെയ്തു. അപ്പൊ ഒരു ക്രെഡിറ്റ് നമ്മളിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് വരുന്നത്. പക്ഷെ ബൈബിൾ നോക്കുമ്പോൾ അങ്ങനെയല്ല വരുന്നത്. ഫലം കായ്ച്ചു, ശരിയാ, ആരാധനാ ഫലം, സൽപ്രവൃത്തികളുടെ ഫലം, സ്നേഹം എന്ന ഫലം, ഇങ്ങനെ സുവിശേഷത്തിന്റെ ഫലം, ആത്മാക്കൾ എന്ന ഫലം, ഇതൊക്കെ എങ്ങനെ സാധ്യമായി? ദൈവകൃപ വ്യാപരിച്ചപ്പോൾ സുവിശേഷം പറഞ്ഞു, ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു. ദൈവകൃപ വ്യാപരിച്ചപ്പോൾ സൽപ്രവൃത്തികൾ ചെയ്തു. ദൈവകൃപ വ്യാപരിച്ചപ്പോൾ അത് സൽക്കാരം ചെയ്തു. ദൈവകൃപ വ്യാപരിച്ചപ്പോൾ ആരാധിച്ചു. ദൈവകൃപ വ്യാപരിച്ചപ്പോൾ മറ്റുള്ളവരെ സ്നേഹിച്ചു. സ്നേഹിച്ചത് ഞാനല്ലേ? അതേ സഹോദര സ്നേഹിച്ചത്, സൗര്യ സ്നേഹിച്ചത്, അതെ, സ്നേഹിക്കാൻ നമ്മളോടല്ലേ കർത്താവ് പറഞ്ഞു? അത് തന്നെ. പക്ഷെ എങ്ങനെയാണ് നടന്നതെന്നറിയാം? കെമിസ്ട്രി ഓഫ് ദ റിയാക്ഷൻ എന്താണ്? ഗ്രേസ് അങ്ങനെ വ്യാപരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ദൈവകൃപ വന്നത് കൊണ്ടാണ് അത് ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളത് എത്ര ബ്യൂട്ടിഫുൾ ആണ്. നമ്മളത് തിരിച്ചറിയാതെ പോകുന്നില്ല. 1 തിമോത്തി 1:14 നമുക്ക് വരാം. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? അതെ, കൃപ, അതെ, അത്യന്തം വർദ്ധിച്ചിരിക്കുന്നതാണ്. കൃപ ഇങ്ങനെ വർദ്ധിച്ചിരിക്കുന്നു. കർത്താവിന്റെ ക്രിസ്തു വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ കൃപ അത്യന്തം, കണ്ടില്ലേ? കൃപ വർദ്ധിച്ചിരിക്കുന്നു. കൃപ ഇങ്ങനെ വർദ്ധിക്കുകയാണ്, അത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, വിശ്വാസത്തിനും സ്നേഹത്തിനുമായിട്ടാണ്. കൃപ ഇങ്ങനെ പെരുകുമ്പോഴത്തേനും വിശ്വാസം കൂടും ആളുകൾ, സ്നേഹം കൂടും ആളുകൾ. 2 കൊരിന്ത്യർ 8:1. മക്കതോന്യ സഭകൾക്ക് കൃപ ലഭിച്ചു. എന്തിനാ കൃപ ലഭിച്ചത്? ഗ്രേസ് ഫോർ ഗിവിങ്, കൊടുക്കാനായിട്ടുള്ള കൃപയാണ്. കണ്ടില്ലേ? കൊടുക്കുന്ന അനുസരണമല്ലേ? കൊടുക്കാനായിട്ട് എങ്ങനെ കഴിഞ്ഞത്? കൃപയാലാണ് കൊടുത്തത്. ദൈവകൃപ വ്യാപരിച്ചപ്പോഴാണ് കൊടുക്കാനായിട്ട് കഴിഞ്ഞത്. 9:8, 2 കൊരിന്ത്യർ 9:8. നിങ്ങൾ അവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി പെരുമാറി നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. നമുക്ക് എങ്ങനെ അറിയാം? ഓൾ സഫിഷ്യൻസി നിങ്ങളിൽ എന്താണ്? കൃപ. അത് മലയാളം മനസ്സിലാക്കിയെടുക്കണം. കൃപ എന്താണ്? സൽപ്രവർത്തികൾ പെരുകി പെരുമാറ് കൃപ പെരുക്കുവാൻ. അപ്പം ദൈവകൃപ ഇങ്ങനെ ആളുകളിൽ പെരുകുമ്പോഴത്തേനും ആളുകൾ അങ്ങനെ പ്രാപ്തരാകുക. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ പറഞ്ഞതാണ് സൽപ്രവർത്തികളിൽ അങ്ങനെ പറയാണ്, ദൈവകൃപ പെരുകുമ്പോൾ സൽപ്രവർത്തികൾ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ സത്യമാ. സൽപ്രവൃത്തി ചെയ്യുന്നത് എങ്ങനെയാ? ദൈവകൃപയിൽ സൽപ്രവൃത്തി ചെയ്യണം. വളരെ സത്യമായ ഒരു കാര്യമാണ്. റോമാലേഖനം 5:20-21 വായിക്കുമ്പോൾ നമുക്കറിയാം, ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ചേർന്ന് വന്നു, എങ്കിലും പാപം ഇവരുടെ കൃപ അത്യന്തം വർദ്ധിച്ചു. അതിന്റെ താഴെ 21 വരുന്നതാണ്, പാപമാണതുപോലെ കൃപ എന്ത് ചെയ്തു? നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന്. പാപത്തെ ജയിച്ച് നീതിയോടും വിശുദ്ധി ജീവനിൽ വാഴുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് എന്താണ്? ദൈവകൃപയാണ്. ശരിയാണ്, ദൈവത്തിന്റെ കൃപയിലാണ് പാപത്തെ ജയിക്കുന്നത്. നീതിയോടെ, അതെ, നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന്. കണ്ടില്ലേ? നിത്യമായി ജീവിക്കുവാൻ. പാപത്തെ ജയിച്ച് നിത്യജീവനായിട്ട് അങ്ങനെ ജീവിക്കാൻ വേണ്ടി നമ്മളെ പ്രാപ്തരാക്കുന്ന എന്താണ്? ഗ്രേസ്. 2 കൊരിന്ത്യർ 9:9 അവിടെ എന്താ പറഞ്ഞത്? നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 12:9 വരുമ്പോൾ പൗലോസ് പറയുന്നത്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേലെ ആവശ്യമാണ്, ഞാൻ അതിസന്തോഷം ബലഹീനത പ്രശംസിക്കാം. അവിടെ എന്താ പറയുന്നത്? ഗ്രേസ് എന്ത് ചെയ്യുന്നു? സ്ട്രെങ്ത് ആൻഡ് പവർ. പൗലോസ് പറയാണ്, എനിക്ക് ശക്തി, കൃപ പെരുകുന്നു എന്ന് പറഞ്ഞാൽ ശക്തി. ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ബലഹീനതകളാണ് പ്രത്യേകിച്ച് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ബലഹീനതകളിൽ ശക്തിയും, അതെ, ബലവും ഒക്കെ എവിടുന്നാ വരുന്നത്? കൃപയിൽ നിന്നാണ് വരുന്നത്. ദൈവകൃപ എന്ന് പറയുന്ന ഒരു അദൃശ്യമായ ഒരു കാര്യമുണ്ട്. അതിൽ നിന്നാണ് പൗലോസ് പറയുന്നു, ഞാൻ ഏറ്റവും വീക്കാണ്, പക്ഷെ എനിക്ക് ശക്തിയും ബലവും എല്ലാം എവിടുന്നാണ് ലഭിക്കുന്നത്? കൃപയിൽ നിന്നാണ് എനിക്ക് ലഭിക്കുന്നത്. ഇനിയും നോക്കാം. എബ്രായർ 4:14 പറയുന്നത് എന്താ? അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ചെല്ലുക. നോക്കിക്കേ, എങ്ങനെയുള്ള കൃപയാണ്? ഹെൽപ്പിംഗ് ഗ്രേസ്, സഹായത്തിനുള്ള കൃപ. ഈ കൃപ എന്ത് ചെയ്യും? ആളുകളെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും. ഞാൻ അതിന്റെ അവസാനം പറയാം. എന്താ പിന്നെ ഹെൽപ്പ് കിട്ടാത്തെന്ന് ആളുകൾ ചോദിക്കും. അയ്യോ സഹോദരാ, എനിക്ക് അപ്പൊ കൃപയുണ്ടെ പിന്നെ എന്നെ അതെന്താ? അത് പറയാം. ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്ന വലിയ റിസർവ് ഉണ്ട്. പിന്നെ എന്താണ് ഞാൻ പാപത്തെ ജയിക്കാത്തത്? പിന്നെ എനിക്ക് എന്തുകൊണ്ടാണ് അത് കഴിയാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ കാരണമുണ്ട്. പക്ഷേ ആ ഗ്രേസിനെ കുറിച്ച് പറഞ്ഞ പ്രയോഗം ഇഷ്ടപ്പെട്ട പ്രയോഗമാണ്. സഹായത്തിനുള്ള കൃപയാണ്. എന്ത് സഹായമാവേണ്ടത്? നിങ്ങളുടെ ക്രിസ്തീയത്തിന് ആവശ്യമായ സഹായം, കുടുംബജീവിതത്തിനുള്ള സഹായം, സഭാജീവിതത്തിനുള്ള സഹായം, സാമൂഹികത്തിനുള്ള സഹായം. ഇനി അതിനകത്ത് ഓരോന്ന് ഇഴകീറി പറഞ്ഞു കഴിഞ്ഞാലേ, പ്രാർത്ഥിക്കാനുള്ള സഹായം, പഠിക്കാനുള്ള സഹായം, മറ്റുള്ളവരെ കരുതാൻ സ്നേഹിക്കാനുള്ള സഹായം, സുവിശേഷം പറയാനുള്ള സഹായം. ഈ സഹായം എവിടുന്ന് കിട്ടും? കൃപയാണ് സഹായിക്കുന്നത്. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കൃപയാ സഹായിക്കുന്നത്.
അതെ, കൃപയാണ് സഹായിക്കുന്നത്. പക്ഷെ ഞാൻ പറയാം, അതൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ പറഞ്ഞില്ലേ, ഇതിൽ നിന്ന് ഈ കൃപയിൽ നിന്ന് ഇതിനെ മാറ്റി നിർത്തി ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതായിട്ടേ വരത്തുള്ളൂ. കൃപയോട് ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ കൃപയാൽ ചെയ്യുന്നു, അല്ലേ? ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്നുള്ള കൽപ്പന വരുമ്പോഴത്തേന് നിങ്ങൾ കൃപയാൽ പ്രാർത്ഥിക്കാൻ നല്ലത്. ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോഴത്തേന് ഇടവിടാതെ പ്രാർത്ഥിക്കുക. അപ്പം ആളിന് വെച്ചിട്ട് ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ അതിന് ശരിയായിട്ട് തിയോളജി പറയുകയാണെങ്കിൽ എങ്ങനെ പറയേണ്ടി വരും? കൃപയാൽ, ഇടവിടാതെ കൃപയാൽ പ്രാർത്ഥിക്കുക, ദൈവകൃപയിൽ ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. ഓരോന്നും അങ്ങനെയാണ്. എത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ? ഹെൽപ്പിംഗ് ഗ്രേസ്. എന്ത് സഹായമാണ് വേണ്ടേ? ഇവിടെ ഉണ്ട്, കൃപയിലുണ്ട്. യാക്കോബ് 4:6 അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴെയുള്ള കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഈ താഴോട്ട് വരുമ്പം പറഞ്ഞ കാര്യങ്ങളാണ്. ആകയാൽ ഇങ്ങനെ ആയതുകൊണ്ട് ദൈവത്തിന് കീഴടക്കി പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അത് അവന്നിട്ട് ഓടിപ്പോകും. ഞാൻ പറയട്ടെ, നോക്കിക്കേ, എന്നെ കണക്ട് ചെയ്യാൻ പോവാ. കൃപ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ താഴുമ്പോൾ കൃപ കിട്ടും. കൃപ എന്ത് ചെയ്യും? ദൈവത്തിന് കീഴടങ്ങാനും പിശാചിനോട് എതിർത്ത് നിൽക്കാനും നമ്മെ സഹായിക്കും. സബ്മിഷനിലേക്ക് ഒരാൾ എങ്ങനെ വരും? കൃപയാൽ. ഈ സബ്മിഷനൊക്കെ വലിയ പ്രശ്നമുള്ള കാര്യമാണ്. ഞാൻ എക്സാമ്പിൾ അവസാനം ഒരെണ്ണം പറയുന്നുണ്ട്. കീഴ്പ്പെടുന്നതും വിധേയപ്പെടുന്നതാണല്ലോ ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എങ്ങനെ ആളുകളെ കീഴ്പ്പെടുത്തും? നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റില്ല. ശക്തി കൊണ്ടും അധികാരം കൊണ്ടുമാണ് അധികാരത്തിലുള്ളവർ കീഴ്പ്പെടുത്തുന്നത്. സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എങ്ങനെയാ പിള്ളേരെ കീഴ്പ്പെടുത്തുന്നത്? ശക്തി, അധികാരം. പ്രിൻസിപ്പൽ എങ്ങനെ കീഴ്പ്പെടുത്തുന്നത്? പക്ഷേ സഭയിലേക്ക് വരുമ്പോൾ, ഇതിലേക്ക് വരുമ്പോൾ ശക്തി, അധികാരം കൊണ്ടല്ല കീഴ്പ്പെടുത്തുന്നത്. കൃപ നിങ്ങളെ കീഴ്പ്പെടുത്തുമെന്നാണ്. കൃപ കീഴ്പ്പെടുത്തും, ദൈവകൃപ. ഈ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. സങ്കീർത്തനം 144 എന്റെ ശത്രുക്കളെ എനിക്ക് കീഴാക്കി തന്നവൻ. ആരാ എനിക്ക് കീഴാക്കി തന്നത്? സ്വർഗത്തിലെ ദൈവം കീഴാക്കി തന്നു. കീഴാക്കി തന്നത് സ്വർഗത്തിലെ ദൈവമാണ്, പ്രിയമുള്ളവരെ. അപ്പം കീഴടങ്ങുവാനും പിശാചിനോട് എതിർത്ത് നിൽക്കാനും ഒക്കെ ഗ്രേസ് ആണ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നത്. കൃപയിലൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങളായി പറയുന്നില്ല. ഈ റോമർ 6:14 വന്നാലോ കേട്ടോണേ, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ലേ കൃപയ്ക്ക് എത്ത അധീനരാകെ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. പാപത്തെ ജയിച്ച് ജീവിക്കുവാൻ കൃപ നമ്മളെ സഹായിക്കും. ഒത്തിരി പേരുടെ ചോദ്യമാണ്, രക്ഷിക്കപ്പെട്ടിട്ട് പാപം ജയിക്കാൻ പറ്റുന്നില്ല, വിജയകരമായ കൃഷി സാധ്യമാണോ? ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് എനിക്ക് എന്നാലും പിന്നെ ഞാൻ പാപത്ത് കിടന്ന് കുളിക്കുകയാണ്, ഇത് നടക്കുന്ന പരിപാടിയാണോ ബ്രദറെ എന്നൊക്കെ ആളുകൾ വന്ന് ചോദിക്കും, അല്ലെ? നിങ്ങളോടും എന്നോടും ഒക്കെ ചോദിക്കുമെന്ന്. ഇത് നടക്കുന്ന പരിപാടിയെന്ന് തോന്നുന്നില്ല, കാരണം പ്രസംഗവും ക്ലാസ്സും കേൾക്കുമ്പോൾ എനിക്ക് സമ്മർദ്ദമാണ്, പക്ഷെ എനിക്ക് ഒരു ചുക്കും നടക്കുന്നില്ല. ശരിയാ, പക്ഷെ വാക്യം നോക്കിക്കേ, കൃപയുണ്ടെങ്കിൽ കർത്തൃത്വം പാപത്തിന്റെ കഥ നടക്കത്തില്ലെന്നാണ്. അപ്പൊ അതെന്താണ്? പിന്നെ എവിടെ കുഴപ്പമെന്നുള്ളതാ, അത് നമുക്ക് ചിന്തിക്കണം. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? 1 കൊരിന്ത്യർ 15:10 പൗലോസ് ഒരു കാര്യം പറയാൻ, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് കൃപയാൽ, ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാരേക്കാൾ ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, ഞാനല്ല എന്നോടുകൂടെയുള്ള ദൈവകൃപ. പൗലോസ് പറയാം, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഒരവസ്ഥ, അല്ലെ, അതിൽ എന്തൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്, എന്തൊക്കെ ഉദ്ദേശിച്ചാലും കുഴപ്പമില്ല. ആത്മീകമായ അവസ്ഥയാകാം, അല്ലെ, ശുശ്രൂഷയിലുള്ള തന്റെ നിലനിൽപ്പാകാം. പറയാണ്, കൃപയാണ് എന്നെ ഇങ്ങനെ കൊണ്ടുവന്നത്, ഈ നിലയിൽ എന്നെ എത്തിച്ചത്. ഇങ്ങനെ ഒരു അപ്പോസ്തലനാകാൻ ദൈവകൃപയാണ്, ഈ നിലയിലുള്ള ഒരു അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്യുവാൻ, ഈ നിലയിലുള്ള ഒരു ശക്തമായ ശുശ്രൂഷ ചെയ്യാൻ കൃപയാണ് എന്നെ സഹായിച്ചത്. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്, എനിക്ക് എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവകൃപയാൽ ഞാൻ പ്രാപിച്ചതാണെന്നാണ് പൗലോസ് പറയുന്നത്. എന്നിട്ട് പറയാനല്ലേ, കൃപ വ്യാപരിച്ചപ്പോൾ എന്ത് ചെയ്തു? ഞാൻ അധ്വാനിച്ചു. പൗലോസ് പറയാണ്, ശരി, അധ്വാനിച്ചത് പൗലോസ് അല്ലേ? കൃപയാണ് അധ്വാനിച്ചത്. പക്ഷെ കൃപയാലാണ് അധ്വാനം നടന്നത്, അല്ലേ? 2 കൊരിന്ത്യരൊക്കെ വായിക്കുമ്പോഴത്തേന് എനിക്ക് എന്തോ ഒരു ലോങ് ലിസ്റ്റാണ് അതിന്റെ അധ്വാനത്തിന്റെ. അഹോരാത്രം രാപ്പകലില്ലാതെ സഭകൾക്ക് വേണ്ടി അധ്വാനിച്ച ഒരു വലിയ ദൈവദാസനെ നമ്മളിവിടെ കാണുന്നുണ്ട്. ശരിയാ, പൗലോസ് അല്ലേ അതെല്ലാം ചെയ്തത്? ഉറക്കളച്ചത് ആരാ? പട്ടിണി കിടന്നത് ആരാണ്? കള്ളന്മാരുടെ ആപത്തിൽപ്പെട്ടത് ആരാണ്? പൗലോസ് അല്ലേ? പക്ഷെ അതിലൂടെ എല്ലാം കടന്നു പോകാനായിട്ട് പൗലോസിനെ അങ്ങനെ എനേബിൾ ചെയ്തത്, ഒരുക്കിയത്, എക്യുപ്പ് ചെയ്തത് എന്താണ്? ഗ്രേസ് ആണ് എന്ന് പറയുമ്പോൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണത്. തീത്തോസ് 2:11 മുതൽ 14 വരെ വായിക്കുമ്പോൾ എന്താണ്? കൃപ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. അയ്യോ, കൃപ ഡിസിപ്ലിൻ ചെയ്യുന്നെന്നാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, കാത്തുക. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വരിക, ഭക്തി കേടും പ്രപഞ്ച മോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തെ സുബോധത്തോടും നീതിയോടും ഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. എന്ത്? ദൈവകൃപ ശിക്ഷിച്ചു വളർത്തും. ദൈവകൃപയുടെ ടീച്ചിങ്, ദൈവകൃപയുടെ ട്രെയിനിങ്ങിലൂടെ കടന്നു പോകണം. ഗ്രേസ് നമ്മളെ ഡിസിപ്ലിൻ ചെയ്യും. എന്തിനാണ്? ഭക്തി കേട് വിടാനും മോഹങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് സുബോധത്തോടെ ഭക്തിയോടെ ജീവിക്കാനായിട്ടുള്ള എല്ലാം. ഭയങ്കരമാണല്ലോ. കൃപ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടില്ലേ?
ഫിലിപ്പിയർ 2:12-13 വായിക്കുമ്പോൾ എന്താണ്? അത് ഞാനൊരു ഇൻഡയറക്റ്റ് ഇൻഫറൻസ് ആണ് പറയുന്നത്. അവിടെ പറയുന്നില്ലേ, രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. നീ എങ്ങനെ രക്ഷ വർക്കൗട്ട് ചെയ്യുന്നത്? കൃപയിലാണ് രക്ഷ വർക്കൗട്ട് ചെയ്യുന്നത്. ഫിലിപ്പിയർ 2:12 സാധ്യമാണെങ്കിൽ കൃപയില്ലാതെ എങ്ങനെയാണ് നടക്കുന്നത്? കൃപയിലാണ് രക്ഷ പ്രാവർത്തികമാകുന്നത്. 1 കൊരിന്ത്യർ 3:10 വരുമ്പോൾ സഭ പണിയുന്നതിനെ കുറിച്ചാണ് പൗലോസ് പറഞ്ഞത്. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാന് അടിസ്ഥാനമിട്ടിരിക്കുന്നു. എന്നിട്ട് പണിയെ കുറിച്ച് പറയാം, സഭയുടെ പണിയെ കുറിച്ച് പറയാം. എങ്ങനെയാണ് സഭ പണിയുന്നത്? കൃപയാ. അയ്യോ, പണിത് പൗലോസല്ലേ അധ്വാനിച്ചത്, പ്രസംഗിച്ചത്, ആളുകളെ സ്ഥാനപ്പെടുത്തിയത്, അല്ലെങ്കിൽ പൗലോസല്ലേ, അല്ലെ മറ്റുള്ളവരല്ലേ? പക്ഷെ അതൊക്കെ ശരിയാണ്, അതെല്ലാം ചെയ്തു. പക്ഷെ അത് എങ്ങനെ നടന്നേ? അതാ പറഞ്ഞ കെമിസ്ട്രി ഓഫ് ദ റിയാക്ഷൻ. അതിന്റെ നമ്മൾ കാണാത്തൊരു ഭാഗമുണ്ട്. ഇതെങ്ങനെ സാധ്യമായി? കൃപ വ്യാപരിച്ചത് കൊണ്ടാണ് അത് സാധ്യമായത്. പൗലോസ് പണിതു, ശരിയാണ്. പൗലോസിന് എങ്ങനെ പണിയാനായിട്ട് കഴിഞ്ഞു? കൃപ വ്യാപരിച്ചത് കൊണ്ട്. അങ്ങനെ പറയുമ്പോഴേ അത് പൂർണ്ണമാകെ വരികയുള്ളൂ. 2 കൊരിന്ത്യർ 6:1 വരുമ്പോൾ പൗലോ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തകരായ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. എന്നിട്ട് കുറേ കാര്യം ശരിയാ. എന്നിട്ട് ഈ കൊരിന്ത്യരിൽ അത് ഞാൻ അങ്ങനെ കൃപ വ്യർത്ഥമായി തീരരുത്, കൃപ വ്യർത്ഥമായി തീരത്തില്ല. എന്നിട്ട് താഴോട്ട് പറയാ, കൃപ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പറയാ. കൃപ വ്യർത്ഥമായി തീരുകയില്ല, കൃപ വ്യർത്ഥമായി തീരുകയില്ല. എന്റെ പ്രിയമുള്ളവരെ, അതെ. അപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലേ? നമുക്ക് വാസ്തവത്തിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേനും നമ്മൾക്ക് എല്ലാ വേഴ്സും എന്താ പറഞ്ഞത്? കൃപ നമ്മൾ ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യാനാണ്. അപ്പം ഈ പറഞ്ഞെല്ലാം പ്രവൃത്തിയാണല്ലോ, അല്ലേ? അനുസരിക്കുവാനായി, വിശ്വസിക്കാൻ എനേബിൾ ചെയ്ത അതേ കൃപ തന്നെയാണ് അനുസരിക്കുവാനും നമ്മെ എനേബിൾ ചെയ്യുന്നെന്നുള്ളത് നമ്മൾ വളരെ ഗൗരവമായി ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ വളരുന്നത്, പ്രിയമുള്ളവരെ, അങ്ങനെയാണ് വളരുന്നത്. എന്നാൽ അതായത് അതുകൊണ്ട് വേറൊരു എക്സ്ട്രീമിലേക്ക് ആളുകൾ പോകും. കൃപ എല്ലാം ചെയ്തോളൂ, അങ്ങനെയല്ലല്ലോ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഗ്രേസും മാൻസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഗോഡ്സ് സോവറിൻ ഗ്രേസ്, ഇത് രണ്ട് പാരലലായ കാര്യമാണ്. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്നു, എന്റെ ഉത്തരവാദിത്തം ഞാൻ ചെയ്യുന്നു. അതിന്റെ കണക്ടിങ് പാലം എന്താണ്? അതാണ് കൃപയാലുള്ള അനുസരണം. ഈ അനുസരണം എന്താണ്? ജഡത്തിലുള്ള അനുസരണമല്ല. ഞാൻ അങ്ങനെ പരമാവധി ശ്രമിച്ച് അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ പറയുമ്പോൾ ശിഷ്യത്വം എന്ന് പറയുന്നത് വെറും ജഡീകമാകും, അത് മാൻ സെന്റേർഡ് ആകും. അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള വിവക്ഷ വരുന്നത് അത് വളരെ എന്താണ് അൺഫോർച്ചുനേറ്റ് എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ വരാൻ പാടില്ല വാസ്തവത്തില്. അതെ, കൃപയെല്ലാം ചെയ്തോളും, ഞാൻ വെറുതെ ഇരുന്നാൽ മതി, അങ്ങനെയാണോ? അല്ലല്ലല്ല. കൃപ വ്യാപരിക്കും, പക്ഷെ ചെയ്യുന്നത് ഞാനാണ്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, കൃപയില്ലാതെ നമുക്ക് എങ്ങനെ ദൈവത്തെ അനുസരിക്കുവാനും ശിഷ്യത്വത്തിന്റെ പാതയിൽ നടക്കുവാനും കഴിയും? പ്രിയമുള്ളവരെ, അതൊരിക്കലും അസാധ്യമല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. കൃപയാണ് നമ്മളെ അനുസരണത്തിലേക്ക് നയിക്കുന്നത്. അനുസരണം പഠിപ്പിക്കുന്നത് എന്താ? ശരിയാ, ശിഷ്യത്വത്തിലെ മെന്റേഴ്സ് അനുസരണം പഠിപ്പിക്കുന്നു. ഇവരെങ്ങനെ അനുസരണം പഠിക്കുന്നത്? കൃപയാൽ. പഠിപ്പിക്കുന്നവരെങ്ങനെ പഠിപ്പിക്കുന്നത്? കൃപയാൽ അനുസരണം പഠിപ്പിക്കുന്നു, കൃപയാൽ അനുസരിക്കുന്നു. അനുസരണത്തിൽ എങ്ങനെയാ വളരുന്നത്? കൃപയാൽ. എല്ലായിടത്തും ഗ്രേസ് ചേർക്കേണ്ടിയിരിക്കുന്നു. കൃപ ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ആയി തീരുവാൻ നമ്മളെ എനേബിൾ ചെയ്യുന്നത് എന്താണ്? ഗ്രേസ്. അതെ, നമ്മുടെ ഉത്തരവാദിത്വം ആണ് അനുസരണം എന്ന് പറയുമ്പോൾ. പക്ഷെ അത് എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ബൈ ഗ്രേസ് ദാറ്റ് വി ഒബേ ദ ലോർഡ്. നമ്മൾ കർത്താവിനെ അനുസരിക്കുന്നത് എങ്ങനെയാണ്? കൃപയിലാണ് എന്നുള്ളത് ഈ രാത്രികാലം നമ്മൾ മറന്നു പോകാതെ ഇരിക്കേണ്ട ഒരു കാര്യമാണ്. അതെ പ്രിയമുള്ളവർ, അതുകൊണ്ട് ഈ ഒരു അവബോധം അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, അല്ലേ? അതായത് ശിഷ്യത്വം എന്ന് പറയുന്ന പരിപാടി എന്താ നമുക്കറിയാം. രക്ഷയിൽ ദൈവകൃപ വ്യാപരിച്ചെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്ക് വ്യക്തത വരേണ്ടതും നമുക്ക് ഉറപ്പ് വരേണ്ടതുമായ സെക്കൻഡ് ഭാഗമാണ്, അല്ലേ? അതെ, ശിഷ്യത്വം എന്ന് അതാണ് നമ്മുടെ വിഷയം തന്നെ. അങ്ങനെയാണ് ശിഷ്യത്വത്തിലുള്ള ഡിസിപ്ലിൻസ്. ഇതാണ് ആളുകൾ ചെയ്യണം. ആളുകളെല്ലാം വശം കെട്ടിരിക്കുകയാണ്, എപ്പോഴും ഇത് ചെയ്യണം എന്നാ പറയുന്നത്. നമുക്ക് ഇതിന് ശിഷ്യത്വം ഒന്നും വേണ്ട, അതാണ് അങ്ങ് പോകാന്നാ പറയുന്നത്. അങ്ങനെയല്ല. ഞാൻ ഇനി അതിന്റെ ഒരു രഹസ്യം നിങ്ങളോട് പറയാം. കൃപ ഇങ്ങനെ എന്തെല്ലാം കാര്യമാണ് ചെയ്യുന്നല്ലേ? ഞാന് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യം, അപ്പൊ എനിക്ക് ഒത്തിരി ഉത്തരവാദിത്തമുണ്ട്. കൃപ ചെയ്ത ഒത്തിരി കാര്യം. ഇത് എങ്ങനെ ഇത് ചെയ്യും? അതെ, ദൈവകൃപയിൽ ഇത് ചെയ്യാന്നുള്ളതാണ്. എങ്ങനെയാണ് ദൈവകൃപയിൽ ഇത് ചെയ്യുന്നത്? ഈ ഒരു അവബോധം നമ്മെ എന്തിലേക്ക് നയിക്കും? ഈ ഒരു അവബോധം, ഞാൻ അനുസരിക്കണം എന്നുള്ള അവബോധം അനുസരിക്കണം എന്നുള്ള ബോധത്തിലേക്ക് കൊണ്ടുവരും. കൃപയിലാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, അപ്പൊ ഇത് ഈ കണക്ഷനെ കുറിച്ച് അവബോധം വന്ന ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏത് വിഷയവും ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം. ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് എന്റെ ജീവിതത്തില് പല അനുഭവങ്ങളിലൂടെ ക്രിസ്തീയ ജീവിതത്തിലും സഭാ ജീവിതത്തിലും ശുശ്രൂഷയിലൊക്കെ ഞാൻ കടന്നുപോയി.
കർത്താവ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യം കഴിഞ്ഞ നാളുകളിൽ, അതായത് അതായത് ഈ ശിഷ്യത്വം എന്ന് പറയുന്ന ഇതാന്ന് മനസ്സിലാക്കിയത് കൊണ്ടുള്ള നന്മയല്ല ഞാൻ അത് മനസ്സിലാക്കി ദൈവം തന്നു. പക്ഷെ ദൈവനെ മനസ്സിലാക്കി വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് കൃപയിലായതുകൊണ്ട് ഈ സഹായത്തിനുള്ള കൃപയാണല്ലോ, ഈ സഹായം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാര്യം, പൊതുവെ നമ്മൾ പരാജയപ്പെട്ട് കിടക്കുന്ന ഒരു മേഖല എനിക്ക് തോന്നാറുണ്ട്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് ഒരു വളരെ പരാജയമുള്ള ഒരു മേഖലയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് കേട്ടോ. പക്ഷേ ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവെ എല്ലാ ദിവസവും പോയറ്റയും എടുക്കാൻ സഹായിക്കണേന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? കാണുമായിരിക്കാം. പക്ഷേ അങ്ങനെ ചെയ്യാത്തവർ കണ്ടു. കർത്താവെ ഞങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന മുടങ്ങരുതേ. അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് തന്നെ. കുടുംബ പ്രാർത്ഥനയൊക്കെ ചെയ്താൽ പോരെ. ആളുകൾ ചോദിക്കുന്നത് അങ്ങനെ. കർത്താവെ എന്നും ബൈബിൾ വായിക്കാനുള്ള ഒരു കൃപ തരണേ, പ്രാർത്ഥിക്കണം. കർത്താവെ മുടങ്ങാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണേ. എന്നെ പ്രാർത്ഥിച്ചാൽ പോരാ. ഞാൻ ഇങ്ങനെ പറയുന്ന സമയങ്ങളിൽ എന്നോട് പറഞ്ഞ ചോദ്യം ആള് ചോദിക്കും, അതെന്താ പറയുക, പ്രാർത്ഥിച്ചാൽ പോരെ? പ്രാർത്ഥിക്കാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കണോ? സുവിശേഷം പറയാൻ എന്നെ സഹായിക്കണേ, അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അനുസരണമാണല്ലോ വേണ്ടത്. കർത്താവിന്റെ കൽപ്പനകളാണ് നടപ്പിലാകുന്നത്. കാര്യം മനസ്സിലായി, അനുസരിക്കണമെന്ന് മനസ്സിലായി, കൃപയുടെ വ്യാപാരം മനസ്സിലായി. അതെങ്ങനെ പ്രാപിച്ചെടുക്കും? അപ്പൊ അതാണ് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞത്, കൃപ പ്രാപിച്ചെടുക്കണമെങ്കിൽ കൃപാസനത്തിന്റെ അടുത്തേക്ക് വരണമെന്ന്. ജീവിതത്തിലെ ട്വിസ്റ്റ് നമ്മളിത് ആ കൃപ പ്രാപിച്ചെടുക്കും. ഏറ്റവും ഇഷ്ട കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മതത്തിലേക്ക്, ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വേണം. അപ്പം അനുസരിക്കേണ്ട വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങേണ്ടിയിരിക്കുന്നു. നമ്മള് ഈ മേഖലയിൽ ഒത്തിരി പരാജയപ്പെട്ടാകണം. ഇപ്പൊ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അനുസരിക്കണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ചർച്ച എന്താ? അനുസരിക്കാന്നുള്ളതാ അല്ലേ? സൽപ്രവൃത്തിയെ കുറിച്ച് ക്ലാസ് കേട്ട് സൽപ്രവൃത്തി ചെയ്യണമെന്നൊക്കെ സൗരന്മാര് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമായി. അപ്പൊ ആളുകൾ തീരുമാനിച്ച ഏതായാലും സൽപ്രവൃത്തി ചെയ്തേ പറ്റും. അപ്പൊ അവരങ്ങനെ അടുത്ത ഞായറാഴ്ച കഴിഞ്ഞ് കൂടി സൽപ്രവൃത്തി ചെയ്യാനായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കണം. ശരിയാണ്. പക്ഷെ ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് മിസ് ചെയ്തു. സൽപ്രവൃത്തിയെ കുറിച്ചുള്ള വെളിച്ചം ദൈവം തന്നല്ലേ, സൽപ്രവൃത്തി ചെയ്യണമെന്നും ചെയ്യേണ്ടതാണെന്നൊക്കെ മനസ്സിലായി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? സഭയായും ആളാമ്പ്രതിയും കുടുംബമായിട്ടും ഒരു പ്രാർത്ഥന ആരംഭിക്കും. കർത്താവെ, സൽപ്രവൃത്തിയെ കുറിച്ചുള്ള വലിയൊരു അവബോധം ദൈവം തന്നു. എന്നെ സൽപ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയാക്കി തീർക്കണമേ, എന്റെ കുടുംബത്തെ അങ്ങനെ തീർക്കണമേ, ഞങ്ങൾക്ക് സഭയായിട്ട് സൽപ്രവൃത്തി ചെയ്യാൻ സഹായിക്കണമേ. അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടോ? ശരി, പൊതുവെ ഞാൻ വിധിക്കുക നിങ്ങൾ ഓർക്കരുത്. ഞാൻ ഒത്തിരി ആൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അങ്ങനെ അനുസരിക്കുവാനായിട്ടൊരു പ്രാർത്ഥനയുടെ പ്രസക്തി ആളുകൾക്ക് അറിയില്ല. അങ്ങ് അനുസരിക്കുക എന്നാ പറയുന്നത്, പരാജയപ്പെടും. അനുസരിക്കാന്ന് പറഞ്ഞാൽ പരാജയപ്പെടും. കാരണം നമ്മളങ്ങ് അനുസരിക്കാൻ ശ്രമിക്കുകയല്ല. പക്ഷെ കൃപയിൽ അനുസരിക്കുന്നത് എങ്ങനെയാ? കൃപ പ്രാപിച്ചുകൊണ്ട്, ദൈവത്തോട് കൃപ ചോദിച്ചുകൊണ്ട് അനുസരണത്തിലേക്ക് വരികയാണ്. ഓരോ വിഷയവും. ഇന്ന് മീറ്റിംഗ് കൊണ്ട് കർത്താവെ, ആ മീറ്റിങ്ങിന് പോകാനുള്ള കൃപ തരണേ. കർത്താവെ, ഈ ആഴ്ചയിൽ ട്രാക്ട് കൊടുക്കാൻ കൃപ തരണേ. സുവിശേഷം പറയാൻ സഹായിക്കണേ. എല്ലാം പ്രാർത്ഥനയുടെ പരിധിയിലാണ്. കർത്താവെ, വേർപാട് പുലർത്താൻ കൃപ തരണേ. ഡെയിലി പ്രാർത്ഥിക്കണം. ഒത്തിരി വ്യത്യാസം ഉണ്ടാകും. അവിടെയാണ് നമുക്ക് വളർച്ച വേണ്ടത് എനിക്ക് തോന്നുന്നത്. ഈ ഒരു അവബോധം നമുക്ക് വരണം. പിന്നീട് നമുക്ക് വരേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഈ ഒരു അവബോധം നമ്മളെ ഏതിലേക്ക് നയിക്കണം? ശരി, അതെ, ഞാൻ അനുസരിക്കണം. അതനുസരിക്കണം എന്നുള്ളത് എല്ലാവർക്കും എനിക്കൊന്നും അറിയാം. പ്രത്യേകിച്ച് ഒരു ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. കൃപയാണ് ഇതിലേക്ക് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളത് അറിയാത്തവരും അറിയുന്നവരും കണ്ടേക്കാം. ശരി, അതും ക്ലിയർ ആയി. പക്ഷെ ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? എനിക്ക് പാപത്തെ ജയിക്കണം. കൃപ വ്യാപരിക്കുമ്പോൾ പാപത്തെ ജയിക്കുമെന്ന. അപ്പൊ എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ പാപം ചെയ്തുകൊണ്ടിരിക്കുക. എന്താ ചെയ്യേണ്ടത്? അതെ, തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? പാപത്തെ ജയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് ഞാൻ കുറച്ച് വാക്കുകളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും അല്ലേ. വേൾഡിനെ ഉപേക്ഷിക്കാനാണ് കൃപ ശിക്ഷിച്ച് വളർത്തുന്നതൊക്കെ പറഞ്ഞു. അതൊക്കെ വളരെ എന്തോ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്. കർത്താവെ, ഈ ലോക സ്നേഹത്തെ ഉപേക്ഷിച്ച് ഭക്തിയോടെ ജീവിക്കാനായിട്ടുള്ള കൃപ എനിക്ക് തരണേ എന്ന് വല്ലപ്പോഴും ക്ലാസ് കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതല്ല, അനുദിന പ്രാർത്ഥനയുടെ ഭാഗമാണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ പ്രയർ ഡയറിയിൽ എഴുതിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അതുപോലെ കീഴ്പ്പെടുക. എന്തോ ഒരു ബുദ്ധിമുട്ട് ആളുകൾക്ക്. കർത്താവെ, കീഴ്പ്പെടാനുള്ള ഒരു കൃപ എനിക്ക് തരണം. കൃപ വ്യാപരിച്ചാൽ കീഴ്പ്പെടുമെന്ന് ഞാൻ കണ്ടു. കീഴ്പ്പെടാനുള്ള കൃപ തരണം. പിശാചിനോട് എതിർക്കാനുള്ള കൃപ തരണം.
അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിലെ ഉപസംഹാരത്തിലേക്ക് വരാം. ഇപ്പൊ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. കൃപയുടെ വ്യാപാരമേ, നിങ്ങൾക്ക് ആ സംഭവമൊക്കെ അറിയാം അല്ലെ? ദമസ്കോസിന്റെ എങ്ങനെ പോകുന്നു, ക്രിസ്ത്യാനികളെ കൊല്ലാനുള്ള കടലാസുമായിട്ട് താനിങ്ങനെ യാത്ര ചെയ്യുന്നു. ദമസ്കോസിന്റെ വാതിൽക്കൽ എത്തിയപ്പോഴത്തേനും എന്താണ്, അടിച്ചു താഴിട്ട പോലെ ആരോ താനങ്ങനെ വീഴുന്നു, രണ്ട് കണ്ണിനെ കാഴ്ച പോകുന്നു, താനങ്ങനെ ഭയപ്പെട്ടു പോകുന്നു. അപ്പൊ താൻ ചോദിച്ചു, കർത്താവേ നീ ആരാന്ന് ചോദിക്കുന്നു. ഉത്തരം വന്നു. അതെ, ഉത്തരം വന്നു കഴിഞ്ഞപ്പോഴത്തേനും തകർന്നു പോയി. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എന്താണ്, അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ചോദ്യമാണ്, ഹൂ ആർ യു ലോർഡ്? സാക്ഷ്യം 9-ാം അധ്യായത്തിലെ തന്റെ അനുഭവം 22-ാം അധ്യായത്തിൽ സാക്ഷ്യമായിട്ട് പറയുന്നുണ്ട്. 8-ാമത്തെ വാക്യത്തിൽ ഇത് പറഞ്ഞു, ഹൂ ആർ യു ലോർഡ്? ആരാണ് കർത്താവേ? 10-ാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ ഇത് പറഞ്ഞു, വാട്ട് ഷാൽ ഐ ഡു? എങ്ങനെ അത് സാധ്യമായത്? ഗ്രേസ്, കൃപയാണ് അത് സാധ്യമായത്. ഇത്ര വലിയൊരു സബ്മിഷനിലേക്ക് എങ്ങനെ പൗലോസ് കടന്നു വന്നു? പ്രിയമുള്ളവർ, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ക്രിസ്തീയ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, ശിഷ്യത്വത്തിൽ വിജയിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർത്താവുമായിട്ട് റിയൽ എൻകൗണ്ടർ എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. രക്ഷയിലോ രക്ഷയ്ക്ക് ശേഷമോ ഉണ്ടാകണം. യേശു ക്രിസ്തുമായിട്ടുള്ള ഒരു റിയൽ എൻകൗണ്ടർ ഉണ്ടാകണം. ആ എൻകൗണ്ടർ നമ്മളെ ഒരു ഏതനുഭവത്തിലേക്ക് കൊണ്ടുവരണം? മരിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. ഞാനല്ല, ക്രിസ്തു അത്ര ജീവിക്കുക എന്ന് പറയുന്ന അനുഭവത്തിലേക്ക്. അതെങ്ങനെയാണ്? ഈ എൻകൗണ്ടർ വരുമ്പോൾ കൃപ വ്യാപരിക്കും. ആ കൃപ നമ്മളെ ഒരു മരണത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ യേശുവിനോടുകൂടെ മരിക്കുന്നു. ആ മരണം നമ്മളെ ഒരു സബ്മിഷൻ, ഒരു കീഴ്പ്പെടലിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. ആ കീഴ്പ്പെടല് നമ്മെ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹപൂർണമാക്കി തീർക്കുന്നതാണ്. കൃപ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് രക്ഷിക്കപ്പെട്ടു, വലിയൊരു സമർപ്പണത്തിലേക്ക് വന്നു. തുടർന്ന് കർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. താൻ അഗ്രിപ്പ രാജാവിനോട് സാക്ഷ്യം പറഞ്ഞില്ലേ, എന്താണ്, സ്വർഗീയ ദർശനത്തിന് എന്താണ്, ഇന്ന് വരെ ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടില്ല. എങ്ങനെ അത് സാധ്യമായി പൗലോസേ? ഗ്രേസ്. പറഞ്ഞല്ലോ, ഞാനാകുന്നത് ദൈവ കൃപയാലാണ്. കൃപ വ്യാപിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ആകാനായിട്ട് കഴിഞ്ഞത്. പൗലോസ് തന്നെ പറഞ്ഞിരിക്കുകയല്ലേ. എത്ര ബ്യൂട്ടിഫുൾ ആണ്. എന്റെ പ്രിയമുള്ളവരെ, പൗലോസിനെ അടിച്ച് താഴെയിട്ട് മാനസാന്തരത്തെ ഭയന്നാണ്. തനിക്കൊരു ദൈവഭയം വരുത്തി, തന്നെ ഹൃദയ തകർച്ച് താനങ്ങനെ ഭയപ്പെട്ടു പോയല്ലേ. അയ്യോ, എന്നെ അടിച്ച് താഴെയിട്ട ആൾ ആരാണ്? അത് തന്നെ വലിയ മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും കൊണ്ടുവരുന്നു. തന്റെ ഹൃദയം തകർന്നു പോയി. ദൈവമേ, മശിയെ നമ്മളെല്ലാം കൂടെ കുത്തിക്കൊന്നല്ലോ എന്ന് ഓർത്തപ്പത്തിന് ഹൃദയം തകർന്നു പോയി. പഴയ നിയമം മുഴുവൻ ഇദ്ദേഹത്തിന് അറിയാം. പഴയ നിയമത്തിലെ മശിയെ ആണല്ലോ ഞാൻ ഈ ദ്രോഹിച്ചുകൊണ്ടിരുന്നതെന്നുള്ളത് അറിഞ്ഞപ്പോൾ താൻ അങ്ങനെ തകർന്നു പോയി. ഇത് എങ്ങനെ സാധ്യമായി? പൗലോസ് തന്നെ ഇങ്ങനെ ശ്രമിച്ചിട്ട് സാധ്യമായതാണല്ലോ. നോ, ഗ്രേസ് ആണ് അത് സാധ്യമാക്കി കൊടുത്തത്. 10-ാമത്തെ തന്റെ സമർപ്പണ പ്രസ്താവന എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. വാട്ട് ഷാൽ ഐ ഡു എന്നുള്ളതാണ്. എനിക്കും നിങ്ങൾക്കും വാട്ട് ഷാൽ ഐ ഡു, കർത്താവെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു നിലയിലേക്ക് സഭയിലെ സ്ഥാനപ്പെട്ട ആളുകൾ വരണമെങ്കിൽ കൃപ വ്യാപരിച്ചാലേ പറ്റത്തുള്ളൂ. ദൈവകൃപ വ്യാപരിക്കുമ്പോൾ ആ ഒരു സബ്മിഷനിലേക്ക് ആളുകൾ വരണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വചനം നമുക്ക് എത്ര വ്യക്തമായ കാഴ്ചപ്പാടുകളാണ് തരുന്നത് പ്രിയമുള്ളത്. അതുകൊണ്ട് നമുക്ക് ദൈവകൃപയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കൃപയിൽ ആരംഭിച്ച പ്രവൃത്തി, ഒരു കാര്യം, അത് കൃപയിൽ തുടരുകയാണ്. കൃപയിൽ ആരംഭിച്ചു, പ്രവൃത്തികളിൽ അവസാനിപ്പിക്കുന്നതല്ല. പ്രിയമുള്ള, ഞാൻ പറഞ്ഞില്ലേ, കൃപയാലാണ് എന്നുള്ളതിന് സംശയമില്ല. അതെ, രക്ഷിക്കപ്പെട്ടവൻ അനുസരിക്കണമെന്നുള്ളതിനെ കുറിച്ച് തർക്കമൊന്നുമില്ല, ആർക്കുമില്ല. അതെ, എന്നാൽ കൃപ വിശ്വാസികളെ വിശ്വസിക്കുവാൻ മാത്രമല്ല, അനുസരിക്കുവാനും പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അപ്പം പിന്നെ എനിക്ക് എന്താ പറ്റാത്തത് എന്നൊരു ചോദ്യമായിരിക്കും. നിങ്ങൾ ആ കൃപ സ്വീകരിക്കണം. അതെ, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കൃപ പ്രാപിക്കാനായിട്ട് കൃപാസനത്തിന് അടുക്കലേക്ക് വരണം. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇന്ന് ഇത് പറയുന്നത് മുഖാന്തരം എന്തൊക്കെയാണ് പർപ്പസാണ് സെർവ് ചെയ്യേണ്ടത് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ പല ഉദ്ദേശങ്ങളാണല്ലോ ഇന്ന് ഓരോ ശുശ്രൂഷ കണ്ടും. അപ്പൊ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ, അതെ, രക്ഷയിൽ വ്യാപരിച്ച ദൈവകൃപ ശിഷ്യത്വത്തിലും വ്യാപരിക്കുന്നു എന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് ആളുകൾ വരണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഏത് വിഷയത്തിനും ജീവിതത്തിലെ ചെറുതും വലുതുമായി എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കാം, വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കാം, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാം, കുടുംബമായിട്ട് പ്രാർത്ഥിക്കാം, സഭയായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ ഒരു ബെൽറ്റ് അങ്ങോട്ട് അനുസരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എന്തിനാ? കൃപ കിട്ടണ്ടേ. അപ്പം അനുസരിച്ച് കഴിയുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ശരിയാണ്, കർത്താവ് കൃപ തന്നുകൊണ്ടാണ് ഞാൻ അനുസരിച്ചത്. ഇത് അനുസരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്തവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു വീട്ടിൽ കുടുംബ പ്രാർത്ഥന എന്ന് നടക്കുന്നു. എങ്ങനെ നടക്കുന്നു? അതൊക്കെ അങ്ങ് നടക്കുന്നു. ഞങ്ങൾക്ക് തീരുമാനമുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന വേണം, അതൊക്കെ അങ്ങ് നടക്കും. അവിടെ കൃപ. അവര് തീരുമാനിച്ചു, അവര് നടത്തി. എന്നും കോയറ്റം എടുക്കും. എങ്ങനെ നടന്നു? അങ്ങനെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ.
പക്ഷെ എങ്ങനെയാ പറയേണ്ടത്? കർത്താവ് എന്നെ സഹായിച്ചത് കൊണ്ട് ഈ വർഷം മുടങ്ങാതെ വചനം ധ്യാനിക്കാൻ എനിക്ക് സഹായിച്ചു. അങ്ങനെ ഒരു സാക്ഷ്യം 31-ാം തീയതി പറയണം. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ സഹായിച്ചത് കൊണ്ട് മുടങ്ങാതെ ഫാമിലി പ്രയർ നടന്നു. അപ്പൊ എന്ത് വന്നു? കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്ന കാര്യം നടപ്പിലായത്, അനുസരണം നടപ്പിലായത് ദൈവകൃപയിലാണ്. കർത്താവ് സഹായിച്ചു. ഉണ്ടോ? ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള സമയം നമുക്ക് വിഷയത്തെക്കുറിച്ച് ഉള്ള കൂടുതൽ ക്ലാരിറ്റി വരുത്താനും നമുക്ക് ഒക്കെയുള്ള സമയമാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തിനും സംഘാടകർക്കും സൗരന്മാർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞാൻ പറഞ്ഞത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി, എത്രത്തോളം ഉൾക്കൊണ്ടു എന്നുള്ളത് എനിക്ക് അറിയില്ല. എങ്കിലും തുടർന്നുള്ള സമയം നമുക്ക് ദൈവം ഫലകരമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. താങ്ക് യു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ അയൽവക്കത്ത് ഒരു ചേട്ടനുമായിട്ട് ഒരിക്കൽ സംസാരിച്ചു. അദ്ദേഹത്തോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യം, കൃപയുണ്ടാകണമേ എന്ന ഒറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. ഇപ്പൊ ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞതായിരിക്കുന്ന കാര്യവും അത് തന്നെയാണ്. ദൈവത്തിന്റെ കൃപയാണ് ജീവിതത്തെ സജീവമായിട്ടും സഫലമായിട്ടും തീർക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യം ആണ് ദൈവത്തിൽ നിന്ന് നമ്മളിപ്പോ കേട്ടത്. അപ്പോ അത് നമ്മുടെ ജീവിതത്തെ സഫലമാക്കുന്നു, ഇല്ലെങ്കിൽ ഫലപ്രദമാക്കുന്നു. എന്താണോ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത് ദൈവത്തിന്റെ കൃപയാണ് എന്ന് നമ്മൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരിക്കൽ കൂടി അങ്ങ് അർപ്പിക്കുകയാണ് ചെയ്തത്. രക്ഷിക്കപ്പെട്ടത് കൃപയാലെങ്കിൽ തുടർന്നുള്ളതായിരിക്കുന്ന വിശുദ്ധീകരണവും ദൈവത്തിന്റെ കൃപയാൽ തന്നെ സാധ്യമാകേണ്ടതാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് പറഞ്ഞു വെച്ചത്. ദൈവത്തിലും അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. തീത്തോസിന്റെ ലേഖനത്തിൽ അത് അങ്ങനെ തന്നെ പൗലോസ് പറയുന്നുണ്ട്. രക്ഷിക്കുന്നതായിരിക്കുന്ന ഈ ദൈവകൃപ അങ്ങനെയാണല്ലോ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായിരിക്കുന്ന പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രതിഷ്ഠതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അപ്പൊ ദൈവകൃപ നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്ന, ഭക്തിയോടെ ജീവിക്കാൻ, ദൈവത്തിന് ദൈവഹിതപ്രകാരം ജീവിക്കുവാനായിട്ട് നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്നതായിരിക്കുന്ന ഒരു റോള് ദൈവകൃപയ്ക്കുണ്ട് എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു.